അറ്റ്ലാന്റയിലെ മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുന്ന കൃഷിക്കാർക്ക് തങ്ങളുടെ കൃഷിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനും അമ്മയുടെ ട്രഷേഴ്സറി അവാർഡ് കരസ്ഥമാക്കാനുമുള്ള ഒരു സുവർണ അവസരം. അറ്റ്ലാന്റ മെട്രോ മലയാളി അസോസിയേഷൻ ഒരുക്കുന്ന കർഷകശ്രീ അവാർഡിലേക്ക് അറ്റ്ലാന്റയിലുള്ള എല്ലാ കർഷക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് ഏഷ്യാനെറ്റ് യുഎസ് വീക്ക്ലി റൗണ്ടപ്പിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്ന് അന്വേഷിച്ചു. ഈ കൊറോണ കാലത്ത് വീടിന്റെ ഉള്ളിൽ തന്നെ അധിക സമയം ചെലവഴിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് ഈ പ്രകൃതിയും ഈ പച്ചപ്പുമൊക്കെ. കേരളത്തിന്റെ കൊച്ചു കൊച്ചു പകർപ്പുകൾ പോലെ ചിലപ്പോൾ അതിൽ നന്നായിട്ട് ഈ അമേരിക്കൻ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന പ്രവാസികളുണ്ട്. അവർക്കൊക്കെ തങ്ങളുടെ കൃഷിയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ ഒരു സുവർണ അവസരം ഒരുക്കുകയാണ് ഏഷ്യാനെറ്റ് യുഎസ് വീക്ക്ലി റൗണ്ടപ്പ്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഫെമി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അറ്റ്ലാന്റയിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ അറ്റ്ലാന്റ മെട്രോ മലയാളി അസോസിയേഷൻ അഥവാ അമ്മ എന്ന സംഘടനയുമായി സഹകരിച്ച് ഏഷ്യാനെറ്റ് നടത്തുന്ന ഈ സംരംഭത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൃഷിത്തോട്ടത്തിന്റെ 2 മിനിറ്റ് വീഡിയോ ഫോണിൽ പകർത്തി ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സ്ഥലം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ അയക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് ഏഷ്യാനെറ്റ് യുഎസ് റൗണ്ടപ്പിലൂടെ അവരുടെ കൃഷിയെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു സുവർണാവസരം. ലോകം അറിയട്ടെ നിങ്ങളെയും മണ്ണിലുള്ള നിങ്ങളുടെ അധ്വാനത്തെയും. എല്ലാവർക്കും നന്മകൾ. ഫെമിന നാസർ ഫോർ ഏഷ്യാനെറ്റ് യുഎസ് വീക്ക്ലി റൗണ്ടപ്പ്. നമ്മൾ എത്തിയിരിക്കുന്നത് മാറാട്ടുകുളം ജോസഫേട്ടന്റെ വീട്ടിലാണ്. പുള്ളിയുടെ ഗാർഡൻ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വളരെ മനോഹരമായ ഗാർഡനാണ്. അതാണ് നമ്മുടെ സിനിമ. ചീരച്ചേമ്പ് കൃഷി. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തോമസ് ചക്കനാലിന്റെ ബാക്ക് യാർഡിലാണ്. ഇവിടുത്തെ കൃഷിത്തോട്ടത്തെക്കുറിച്ച് ഞാൻ തോമസ് ഏട്ടനോട് തന്നെ ചോദിക്കുകയാണ്. തോമസ് ഏട്ടൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നതായിരിക്കും. എനിക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. പുറകിലൊരു ഫെൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെ മെറ്റൽ ഫെൻസ് ഉണ്ട്, പിന്നെ ട്രീ ഫെൻസ് ഉണ്ട്. അങ്ങനെ 3 ഫെൻസിന്റെ അകത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴും സുരക്ഷിതമാണ്. മാന് കയറത്തില്ല, മുയൽ കയറത്തില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൃഷിപരമായിട്ട് നമുക്ക് പയറുണ്ട്, പാവയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, വഴുതനങ്ങയുണ്ട്, പിന്നെ മുളകുണ്ട്. അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വകുപ്പുകളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്.